ഇത്തവണ മന്ത്രിസഭയിൽ ചേരണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായപ്പോൾ എന്നോട് സ്നേഹമുള്ള ആളുകൾ, പാർട്ടിയോട് കൂറുള്ള ആളുകൾ, താല്പര്യമുള്ളവരൊക്കെ എന്നോട് നിർദ്ദേശിച്ചു ചേരണം. ഞാൻ പാർട്ടിക്കെതിരായി ഒരു ശബ്ദവും ഒരു കാലഘട്ടത്തിലും പറയാത്ത ഒരാളാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹരിപ്പാട്ടെ ജനങ്ങൾക്കുള്ളതാണ് എന്നാണ്. ഇവിടെ ജോൺ തോമസ് പറഞ്ഞ പോലെ 1982-ൽ 26-ാമത്തെ വയസ്സിൽ ഞാനിവിടെ വന്നതാണ്. ഇടയ്ക്ക് പാർട്ടി തീരുമാനം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ച് ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വം ഉണ്ടായിട്ടും ജയിക്കാത്ത കോട്ടയത്ത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടു. അവിടെ ഞാൻ 3 തവണ ജയിച്ചു. പിന്നീട് മാവേലിക്കരയിൽ 1 തവണ ജയിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അതേ സ്നേഹവായ്പോടെ, അതേ വികാരവായ്പോടെ 15 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഹരിപ്പാട്ടെ ജനങ്ങൾ ചേർത്ത് നിർത്തുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഗാഠമായ ബന്ധം എത്രമാത്രമുണ്ടെന്ന് ആലോചിക്കണം. ഞാനിന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് കേരളത്തിൽ എവിടെയും നിൽക്കാമായിരുന്നു. എന്നോട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിൽക്കണം, കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴും അന്നത്തെ ഹരിപ്പാട് MLA കൂടിയായ ശ്രീ ബാബു പ്രസാദ്, അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ മത്സരിക്കണം. അദ്ദേഹം മത്സരിക്കുന്നില്ല, ഞാൻ തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അന്നിവിടെ വന്ന നാള് മുതൽ വീണ്ടും ഒരിക്കൽ പോലും തോൽവി അറിയാതെ എന്നെ പരിരക്ഷിച്ച് ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ എന്നെ സൂക്ഷിപ്പിച്ച ഹരിപ്പാട്ടെ ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാൻ ഈ അവസരം നൽകി. ഹരിപ്പാട് ഞാൻ വലിയ രാഷ്ട്രീയമൊന്നും പറയാറില്ല. കാരണം രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു അനുജനെ പോലെ, ഒരു മകനെ പോലെ എന്നെ കണ്ടിട്ടുള്ള ആളുകളാണ്. എത്ര തലമുറകളുമായിട്ടുള്ള എന്റെ ബന്ധമാണ്. 6 തവണ ഒരു മണ്ഡലത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. 6 തവണ MLA ഒരേ മണ്ഡലത്തിൽ നിന്നാവുക എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമല്ലേ. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന സ്നേഹം, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന കരുതൽ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുന്ന ചേർത്ത് നിർത്തൽ, ഇതെല്ലാമാണ് എന്നെ ഞാനായൊക്കെ മാറ്റിയത് എന്നുള്ളതാണ് സത്യം. കൊടുങ്കാറ്റടിച്ചപ്പോഴും പേമാരി വന്നപ്പോഴും UDF-നെ ഹരിപ്പാട് കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്. 10 വർഷം ഞാൻ മാത്രമായിരുന്നു MLA ആയി ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന UDF-ന്റെ. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്, 6 പേര് UDF-ന്റെ MLA-മാരായി ആലപ്പുഴയിൽ ജയിച്ചു വന്നു എന്നുള്ളതിൽ DCC പ്രസിഡന്റും UDF നേതാക്കന്മാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെയും ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. ഇത്തവണ മന്ത്രിസഭയിൽ ചേരണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം എന്റെ മനസ്സിലുണ്ടായപ്പോൾ എന്നോട് സ്നേഹമുള്ള ആളുകൾ, പാർട്ടിയോട് കൂറുള്ള ആളുകൾ, താല്പര്യമുള്ളവരൊക്കെ എന്നോട് നിർദ്ദേശിച്ചു ചേരണം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു ചേരണം. ഞാൻ പാർട്ടിക്കെതിരായി ഒരു ശബ്ദവും ഒരു കാലഘട്ടത്തിലും പറയാത്ത ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും, ലാഭങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് വലുത് നമ്മളെ വളർത്തി വലുതാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, UDF ആണ്.
രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, അവസരങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ പാർട്ടി ആണ് വലുത്, മുന്നണിയാണ് വലുത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഓരോ തെരഞ്ഞെടുപ്പിലും ഹരിപ്പാട് ആദ്യം ഞാൻ മത്സരിച്ചു 5000 വോട്ടാണ്. 1982 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് CPG തമ്പിയുമായി 5000 വോട്ടാണ് ഞാൻ ജയിക്കുന്നത്. മന്ത്രിയായി നിന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ 1000 വോട്ട് എനിക്ക് കുറഞ്ഞു. കാരണം അന്ന് തച്ചരി പ്രഭാകരൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സീറ്റ് നിശ്ചയിച്ച ഒരു കാലമായിരുന്നു. അന്ന് ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. ഞാൻ വയലാറിൽ അല്ലേ. പിന്നീട് ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വീണ്ടും മത്സരിച്ചപ്പോൾ 5000 വോട്ടിൽ ജയിച്ചു. പക്ഷേ പിന്നീട് 18000 മുതൽ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 23737 വോട്ട് എനിക്ക് നിങ്ങൾ നൽകി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഏതാണ്ട് 12ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 2 തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പരാജയപ്പെട്ടത്. 10 തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത, എതിർ സ്ഥാനാർത്ഥി വ്യക്തിപരമായി ആക്ഷേപിക്കുക, അപമാനിക്കുക. ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയും ഒരു വാക്ക് പോലും ഞാൻ ഒരിക്കലും പറയാത്ത ആളാണ്. നമുക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിപരമായി ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും നാട് നീളെ വർഗീയത പറയുകയും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വളരെ തെറ്റായ വഴികളിലൂടെയാണ് BJP കൊണ്ടുപോയത്. എനിക്ക് ഇടതു മുന്നണിയോട് ഒരു പരാതിയുമില്ല, LDF-നോട് എനിക്ക് ഒരു പരാതിയുമില്ല. BJP ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയത്, ആക്ഷേപമാണ് നടത്തിയത്, കോടികളാണ് ഇവിടെ മുടക്കിയത്. എനിക്ക് മഹാരാഷ്ട്രയിൽ ചാർജ് ഉള്ളത് കൊണ്ട് മഹാരാഷ്ട്രയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും നേതൃത്വം കൊടുത്ത് ഞാനായതുകൊണ്ട് മഹാരാഷ്ട്രയിലെ 3 മന്ത്രിമാർ ഇവിടെ വന്ന് താമസിച്ച് എന്നെ പരാജയപ്പെടുത്താൻ കോടികൾ ഒഴുക്കുകയുണ്ടായി. പക്ഷെ അവർക്ക് ആർക്കും ഹരിപ്പാടിനെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചത് കേവലം 5 ദിവസം മാത്രമാണ്. കാരണം എനിക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങളോട്, എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഇല്ലെങ്കിലും അവർ പ്രവർത്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ആണ് അവരെ അഭിനന്ദനം അർഹിക്കുന്നത്. 5 ദിവസമാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. പലരും എന്നെ വഴക്ക് പറഞ്ഞു. പല പത്രപ്രവർത്തകരും എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മൾ നേരത്തെ പരിപാടി കൊടുത്തുപോയി, എന്ത് ചെയ്യും? ആ പരിപാടിക്കൊക്കെ എനിക്ക് പോകേണ്ടി വന്നു. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത എല്ലാ UDF നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.